മോഡേൺ മെത്തഡോളജീസും സിസ്റ്റംസും ഈ കൊറോണ മാനത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് എഫിഷ്യൻസി കൂട്ടണം, നമ്മുടെ ലാഭം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. ഐദർ ഫ്ലറിഷ് ഓർ പെരിഷ്. അതാണ് ഈ കാലഘട്ടം. ഇൻ ദ ന്യൂ നോർമൽ ഇറ്റ് കനോട്ട് ബി ദ ഓൾഡ് വൺ. വി ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. സോ ആ കാലഘട്ടത്തിൽ ഈ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് മാറ്റത്തെ പല ടെക്നിക്കുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പലതും ചെയ്തിരിക്കുന്നത് അൺലേൺ ചെയ്യണം. തെറ്റായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, അത് മാറ്റണം. എന്നിട്ട് പുതിയ ടെക്നോളജി ഇല്ലെങ്കിൽ പുതിയ നോളജ് നമ്മളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നാലേ ഈ പുതിയ സിറ്റുവേഷനിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എല്ലാ ബിസിനസ്സിലും എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, വിച്ച് ഈസ് കോൾഡ് ബഡ്ജറ്റിംഗ്. ഒരു ബഡ്ജറ്റ് ഇപ്പോൾ നമ്മളൊരു വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ആ വീട്ടിലെ ആ കാര്യങ്ങൾ നോക്കുന്ന ആൾ എത്രയാണോ രൂപ വരുമാനം ഉണ്ടാവുക, അതിലെത്രയാണോ ഒരു മാസം ചിലവാവുക, അത് ഏതൊക്കെ മേഖലകളിലേക്ക് ചിലവാക്കാൻ പറ്റും, കുട്ടികളുടെ ഫീസ്, വാടക, മെഡിക്കൽ എക്സ്പെൻസസ്, അങ്ങനെ നോക്കി ഓരോരോ വാടക ആ ഒരു ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചിലവാക്കുക എന്ന് ഒരു ബിസിനസ് ചെയ്യണ മാതിരി തന്നെയാണ് നമ്മളൊരു വീട്ടിൽ ചെയ്യുക. അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ബിസിനസ്സിൽ ചെയ്യണ ആക്ടിവിറ്റിയാണ് നമ്മൾ ഒരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. പക്ഷേ ഈ ബിസിനസ്സിൽ ഞാൻ പലപ്പോഴും കാണുന്നത്, നമുക്ക് പല ബിസിനസ്സുകാരും ഉണ്ട് കറക്റ്റായിട്ടൊരു ബഡ്ജറ്റിംഗ് ഉണ്ട്. ആ ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽസ് അവർ ഇവാലുവേറ്റ് ചെയ്യും. എല്ലായ്പ്പോഴും ബഡ്ജറ്റ് മീറ്റ് ചെയ്തോളണമെന്നില്ല, അത് ഷോർട്ട് ഫോൾ വരാം. പക്ഷേ അത് ഷോർട്ട് ഫോൾ വന്നാലും എന്തുകൊണ്ട് ഷോർട്ട് ഫോൾ വന്നു, നമ്മളിനി അടുത്ത മാസം അത് എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് ചിട്ടയായിട്ട് ബിസിനസ് ചെയ്യുന്ന പല ബിസിനസ്സുകാരാണ് പലപ്പോഴും സക്സസ്ഫുള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാ ആൾക്കാരെയും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഒരു ബഡ്ജറ്റിംഗ്. പലതരത്തിലുള്ള ഒരു ബഡ്ജറ്റിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പലപ്പോഴും ഈ MSMEക്കാരും നോക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിംഗ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബഡ്ജറ്റിംഗ് രണ്ട് തരത്തിലുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഉണ്ട്, റവന്യൂ ബഡ്ജറ്റിംഗ് ഉണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യം വരും, പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ടോ, ബിൽഡിങ്ങുകളായിട്ടോ, വെഹിക്കിൾസ് ആയിട്ടോ, കമ്പ്യൂട്ടർ വലിയ എക്സ്പാൻഷൻസ് വന്നാലോ, അപ്പോൾ അങ്ങനെ വരുന്ന, അതായത് ബാലൻസ് ഷീറ്റിൽ വേണ്ടി വരുന്ന ചിലവുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. അതായത് ആ ചിലവ് വന്നതിന് ശേഷം ആ ചിലവ് നമ്മൾ എവിടെയാണ് ആ ചിലവ് കാണിക്കുക, അത് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക എന്നുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും, ആ ചിലവിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ചിലവ് എഴുതുക എന്നുണ്ടെങ്കിൽ അതിന് റവന്യൂ ബഡ്ജറ്റിംഗ് എന്നും പറയും. അപ്പോൾ ഈ ബിസിനസ്സിൽ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സുകൾ ഡിഫറെൻ്റ് ആണ്, റവന്യൂ ബഡ്ജറ്റിംഗ് ടെക്നിക്സുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകൾ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഈ ബിസിനസ് ആ ഒരു ബിസിനസ്സിൽ ആ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേ ബാക്ക് പീരീഡ് എത്രയാണ്, അതായത് ആ ചിലവാക്കിയ പൈസ എത്ര കൊല്ലം കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ സാധാരണ പേ ബാക്ക് പീരീഡ് എന്ന് പറയാം. ഒരു ബിസിനസ്സിൻ്റെ ലാഭം, അതായത് ആ എക്സ്പെൻഡിച്ചർ ഉണ്ടായതിന് ശേഷം അതിൻ്റെ അകത്തിൽ നിന്ന് വരുന്ന ലാഭം കൊണ്ട് ഒരു 5 മുതൽക്ക് 7 കൊല്ലം കൊണ്ട് ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തിരിച്ചെടുക്കുക. അത് തമ്പ് റൂളാണ് കേട്ടോ. 5 കൊല്ലം കൊണ്ട് 5 to 7 കൊല്ലം കൊണ്ട് ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റണം. അങ്ങനത്തെ എക്സ്പെൻഡിച്ചറുകളാണ് പലപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളായിട്ട് ഒരു കമ്പനികൾ അവർ അപ്രൂവ് ചെയ്യാം. അതിനെ അവർ ഡിപ്രീസിയേഷനായിട്ടും ആ കാലഘട്ടം കൊണ്ട് അവർ റൈറ്റ് ഓഫ് ചെയ്ത് പോകും. അതിനെയാണ് അവർ പക്ഷേ അതൊരു പ്ലാന്റ് ആൻഡ് ഒരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് വരില്ല. ഞാൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് പറയണത്. ബിൽഡിംഗ് നമ്മൾ പണിത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അസറ്റാണ്, നമുക്കത് വിൽക്കാൻ പറ്റും. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ നമുക്കത് വിൽക്കാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും ഈ ടെക്നോളജി ഒബ്സൊലീറ്റ് ആവും, നമ്മളത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് മെഷീനറിക്ക് ഒരുപാട് കേടുപാടുകൾ വരും. അതുകൊണ്ട് നമുക്കൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി ബിൽഡിങ്ങിനെ മാറി നമുക്കത് തിരിച്ച് വിറ്റുന്ന ഒരു വില കിട്ടില്ല.
അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ വെഹിക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക. ഇപ്പം അങ്ങനെ ഒരു അസറ്റ് മേടിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും ക്യാപിറ്റൽ ബഡ്ജറ്റിങ് കൊടുത്തിട്ട് അത് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നില്ല. ഇപ്പം അത് നമുക്ക് വേണമെങ്കിൽ ലീസിന് എടുക്കാൻ പറ്റും, വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ആ ഒരു ടെക്നോളജി ശരിയായില്ല, ആ ഒരു ബിസിനസ് ഇല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ശരിയായില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ ബിസിനസ് നമുക്ക് അവിടെ നിർത്താം. അതിനെയാണ് നമുക്ക് ലീസിങ് ഓപ്ഷൻസ് എന്നെടുക്കുക. അപ്പോൾ ലീസിങ് ഓപ്ഷൻസ് എന്നെടുത്ത അഡ്വാൻറ്റേജ് ഉണ്ട്, ദാറ്റ് ഒരുമിച്ച് ഫണ്ട് ഫ്ലോ നമുക്ക് അപ്പോൾ ആവശ്യമില്ല, എപ്പോൾ വേണമെങ്കിലും ആ ബിസിനസ് നമുക്ക് നിർത്താം. അതിനെയാണ് നമ്മൾ ഒരു ലീസിങ് ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരില്ല. അപ്പോൾ നമ്മൾ റവന്യൂ ബഡ്ജറ്റിംഗ് ഇട്ടിട്ട് നമ്മൾ ആ സാധനം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മളൊരു ലീസിങ് ഓപ്ഷൻസ് എന്ന് പറയാം. നമ്മളിങ്ങനെ ഒരു ക്യാപിറ്റൽ അസറ്റ്, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മളിപ്പോൾ സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഉൾക്കൊള്ളിച്ചിട്ട് അതിൻ്റെ ഈ ഒരു പേ ബാക്ക് പീരീഡോ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അത് നമ്മൾ അങ്ങനെ പ്രതിപാദിക്കുന്നതിന് പകരം അതിനെ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അത് ലീസിങ്ങിന് എടുക്കാം. അതായത് ഈ മെഷീനറി നമുക്ക് ഒരു വാടകയ്ക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുക എന്താ, അതിന് വാടക, മന്ത്ലി നമ്മൾ അതിന് വാടക കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് രണ്ടാണ്. ഒന്ന്, ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മാതിരി നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒരു ഇനീഷ്യൽ ഔട്ട്ഫ്ലോ നമുക്ക് ആവശ്യമില്ല, അത് മാസം റെൻ്റായിട്ട് നമ്മൾ ചിലവെഴുതി പോവാം. രണ്ട്, ഇത് നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു ബിസിനസ് ആക്ടിവിറ്റി നമുക്ക് സക്സസ്ഫുൾ ആയില്ല, ആ ലൈൻ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ ലീസിങ് പീരീഡ് നമ്മൾ അങ്ങോട്ട് നിർത്തിയാൽ മതി, അസറ്റ് അങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. മറ്റേതാണെങ്കിൽ ആ മെഷീനറി പിന്നെ നമുക്ക് വിൽക്കാൻ നിൽക്കണം. അതുകൊണ്ട് അങ്ങനെയും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഞാനത് രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിടന്നിട്ട് നമുക്ക് റിവാലുവേറ്റ് ചെയ്ത് തന്നെയാണ് റവന്യൂ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ റവന്യൂ ബഡ്ജറ്റിംഗ് നമ്മൾ എടുത്ത് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറുകൾ, നമ്മൾ ഇൻകം എക്സ്പെൻഡിച്ചറുകളും ഒരു റവന്യൂ ബഡ്ജറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മേഖലകൾ അതിനെ എഫക്റ്റ് ചെയ്യാം. അതായത് അടുത്ത കൊല്ലം നമ്മളുടെ സെയിൽ എത്രയായിരിക്കണം. അപ്പോൾ അങ്ങനെ അടുത്ത കൊല്ലം സെയിൽ എത്രയായിരിക്കണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സാധനങ്ങൾ ഒന്നുമില്ലെങ്കിൽ മേടിക്കണം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ മേടിച്ചിട്ട് അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ആ പറയണ മാസങ്ങളിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കണമെങ്കിൽ അതിനൊരു ചെയിൻ റിയാക്ഷൻ വരും. ആ മെറ്റീരിയൽസ് മേടിക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, ആ സമയത്ത് നമ്മളത് വിൽക്കാനായിട്ടുള്ള സാധനം നമുക്ക് അവൈലബിൾ ആക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻസ് മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഒരു സെയിൽസ് എത്ര വരും എന്ന് നമ്മളൊരു ബഡ്ജറ്റിംഗ്. അത് വളരെ കറക്റ്റായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതേമാതിരി തന്നെ നമുക്കതിൽ ചെയ്യാം ഒരു ഫണ്ട് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മളുടെ ഒരു ബിസിനസ്സിൽ പലപ്പോഴും ഫണ്ട് പല മേഖലകളിൽ നമുക്ക് പലപ്പോഴും പൈസ ആവശ്യം വരാം. അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ടി വരാം, ആൾക്കാർക്ക് ബോണസ് കൊടുക്കേണ്ടി വരാം, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റുകൾ വരാം. അപ്പോൾ അങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോരോ പീരീഡുകളിൽ ഓരോരോ ഫണ്ട് നമുക്ക് എക്സ്ട്രാ വരേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ പൈസകളൊക്കെ നമുക്ക് മാനേജ് ചെയ്യുന്നതിനാണ് നമ്മളൊരു ഫണ്ട് മാനേജ്മെൻറ്റ്. അങ്ങനെ ഒരു ബഡ്ജറ്റിംഗ് എടുക്കണം. എത്ര ഫണ്ട് എത്ര വേണ്ടി വരും എന്ന് നമ്മളൊന്ന് ബഡ്ജറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പൈസയ്ക്ക് ആവശ്യമുള്ള സമയത്ത് പിന്നെ ഓടി നടക്കേണ്ടി വരും, എവിടെ നിന്നാണ് നമുക്ക് പൈസ കിട്ടുകയെന്ന്. അപ്പോൾ ബ്രോഡായിട്ട് മന്ത്ലി വരുന്ന എക്സ്പെൻഡിച്ചറുകൾ കൂടാണ്ട് ഈ വൺ ടൈം വരുന്ന ഒരു സീസണലായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറുകൾ വരും. അത് നമ്മുടെ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് ബഡ്ജറ്റിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യണം. ഈ റവന്യൂ ബഡ്ജറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ബിസിനസ്സുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എക്സ്പെൻസസ് തന്നെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഫിക്സഡ് എക്സ്പെൻസസ്, ഒന്ന് വേരിയബിൾ എക്സ്പെൻസസ്. ഒരു ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യത്യാസമാണ് ഫിക്സഡും വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം. ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്താൽ ആ ബിൽഡിങ്ങിൽ നിന്ന് എത്ര സെയിൽ ഉണ്ടായാലും എത്ര സെയിൽ ഉണ്ടായില്ലെങ്കിലും മാസം ആ വാടക കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുക. വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോ മെറ്റീരിയൽ മേടിക്കുക, അത് പ്രോസസ്സ് ചെയ്യുക, അത് വിൽക്കുക. അപ്പോൾ സെയിൽ കുറഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തെ പർച്ചേസസ് നമ്മൾ കുറയ്ക്കും, റോ മെറ്റീരിയൽ പർച്ചേസ് കുറയ്ക്കും. അപ്പോൾ സെയിൽസിനോട് കട പിടിച്ചിട്ട് ഒന്നില്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. അതിനെയാണ് നമ്മൾ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുക. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് എക്സ്പെൻസസ് കുറച്ച് വയ്ക്കുക.
വേരിയബിൾ എക്സ്പെൻസസ് കൂടിയാലും വരുമല്ലേ. അപ്പോൾ എംപ്ലോയി സാലറി അത് ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാരുടെയും അത് ഫിക്സഡ് എക്സ്പെൻസസ് ആവാം. പക്ഷേ ഇപ്പോൾ പല ബിസിനസ്സുകാരും ശ്രദ്ധിക്കുന്നത് എന്താ ചെയ്യുക വെച്ചാൽ അവർ പറയും, എംപ്ലോയീസിനോട് പറയും നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി തരാം, ബാലൻസ് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തരാം. അതിനെയാണ് വേരിയബിൾ പേ. അത് പല ബാങ്കുകളിലും പല കമ്പനികളിലും പല ഓർഗനൈസേഷൻസും ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഫിക്സഡ് സാലറി കൊടുക്കും. അതിന് മുകളിലുള്ള കിട്ടണമെങ്കിൽ ആ എംപ്ലോയി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തില്ലെങ്കിൽ ആ വേരിയബിൾ പേ കിട്ടില്ല. ആ എംപ്ലോയീസിന് ഒരു കീ പെർഫോമൻസ് ഏരിയാസ് തീരുമാനിക്കും. ആ കീ പെർഫോമൻസ് ഏരിയാസിൽ അവരത് പെർഫോം ചെയ്താൽ KPI, അവർ ആ ഇൻഡിക്കേറ്റേഴ്സ് KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അവർക്ക് വെച്ചിട്ട് അവർക്കൊരു മാർക്ക് ഇട്ടിട്ട് ആ ഇവാലുവേഷൻ്റെ ബേസിസിൽ അവരുടെ വേരിയബിൾ പേ ഫിക്സ് ചെയ്യും. അപ്പോൾ സെയിൽസുകാർക്ക് ഒരു സെയിൽസ് ഇൻസെൻറ്റീവ് കൊടുക്കണ മാതിരി എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു വേരിയബിൾ പേ എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്താൽ നമ്മളുടെ വേരിയബിൾ എക്സ്പെൻസസിൻ്റെ എമൗണ്ട് കൂടിയിരിക്കും. ഫിക്സഡ് കോമ്പണൻറ്റ് ഓഫ് ദാറ്റ് സാലറി വിൽ കം ഡൗൺ. ഇത് ഏതെങ്കിലും ഒരു കൊറോണ വരണ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് അടച്ചു പൂട്ടേണ്ട സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ബിസിനസ്സിലൊരു ഒരു റിഡക്ഷൻ വന്നാൽ നമ്മളുടെ വേരിയബിൾ എക്സ്പെൻസസ് കുറയ്ക്കാം. അപ്പം നമ്മൾക്ക് കൊടുക്കേണ്ടി വരിക ആ ഫിക്സഡ് എക്സ്പെൻസസ് കൊടുക്കേണ്ടത് അത് എത്രയും കുറച്ച് വയ്ക്കലാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡും വേരിയബിളും കണ്ടുപിടിച്ചിട്ട് ഈ റവന്യൂ എക്സ്പെൻസസ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരുന്ന റവന്യൂ എക്സ്പെൻസസ് നമ്മൾ എപ്പോഴും തിരിക്കും. ഇപ്പോൾ ഈ റെൻ്റ് എങ്ങനെയാണ് ഒരു വേരിയബിൾ ആക്കുക? ഈ റെൻ്റ് വെച്ചപ്പോൾ നമുക്കിപ്പോൾ ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും ചിലപ്പോൾ 20,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വേണ്ടി വരില്ല. ചില സമയത്തായിരിക്കും, ചില സീസൺ ലൈക്ക് ഓണം, ക്രിസ്മസ് സമയത്തേക്കായിരിക്കും നമുക്ക് പീക്കായിട്ട് ആ സ്ഥലം വേണ്ടി വരിക. അപ്പോൾ അതിന് പകരം ഒരു 15,000 10,000 അല്ലെങ്കിൽ 15,000 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് എടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു 5,000 10,000 സ്ക്വയർ ഫീറ്റ് അടുത്ത് എവിടെയെങ്കിലും നമുക്ക് കിട്ടുമെങ്കിൽ അവിടെ ഒരു മാസത്തേക്ക് വാടകയ്ക്ക് എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സ്റ്റോറേജ് അൺയൂട്ടിലൈസ് സ്റ്റോറേജ് സ്പേസിന് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ഈ ടെലിഫോൺ എക്സ്പെൻസസ് ഉള്ളത് നമ്മൾ പലപ്പോഴും നോക്കണം. നമ്മളുടെ ഫിക്സഡ് കോമ്പണൻറ്റ് ടെലിഫോൺ ബില്ലുകൾക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, മൊബൈലിലും ഫിക്സ് ചെയ്തതിലും എല്ലാം. അപ്പോൾ അതിലെല്ലാം നമ്മൾ ടെലിഫോൺസ് കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ഫിക്സഡ് എക്സ്പെൻസസ് കുറച്ചിട്ട് വേരിയബിൾ എക്സ്പെൻസസ് കൂട്ടി വയ്ക്കാൽ നമ്മളുടെ ടോട്ടൽ എക്സ്പെൻസസ് നമുക്കൊരു കൺട്രോളിൽ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ബിസിനസ്സുകളിൽ ഫിക്സഡും വേരിയബിളും കണ്ടുപിടിക്കലും ഇതേമാതിരി ഓരോരോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും ഫണ്ട് മാനേജ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഒരു സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഞാൻ ആദ്യം ഒരു ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് പറയാം. ഈ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ടേൺ ഓവർ 1 കോടിയാണ്. അടുത്ത കൊല്ലം നമ്മൾ വിചാരിക്കുന്നു ടേൺ ഓവർ 1.25 കോടി ആവണമെന്ന് പറഞ്ഞാൽ 25% നമ്മൾ സെയിൽസ് കൂട്ടണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ 25% കൂട്ടണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാ എക്സ്പെൻസസും 125% എടുക്കും. അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് അതാണ് നമ്മൾ ഒരു കൊല്ലത്തെ ബഡ്ജറ്റായിട്ട് ഫിക്സ് ചെയ്യുക. കഴിഞ്ഞ കൊല്ലം 1 കോടി ടേൺ ഓവർ ഉണ്ട്, ഇക്കൊല്ലം 1.25 കോടി ടേൺ ഓവർ ഉണ്ട്. ദാറ്റ് മീൻസ് 25 lakhs ഇൻക്രീസ് ഉണ്ട്. ആ 25 lakhs ഇൻക്രീസ് ഉള്ളത് നമ്മൾ എല്ലാ എക്സ്പെൻസസും അതേമാതിരി 125% എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ ഇന്നെഫിഷ്യൻസി ഉണ്ടെന്ന് വിചാരിക്കുക, വേണ്ടാത്തൊരു എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 125% ബഡ്ജറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് വി ആർ ഇൻക്രീസിങ് ഇൻഎഫിഷ്യൻസി ബൈ 125%. അതാണ് ഒരു ട്രഡീഷണൽ ബഡ്ജറ്റിങ്ങിൽ വരുന്ന ഒരു പോരായ്മ. അപ്പോൾ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് നമ്മൾ പലപ്പോഴും ആൾക്കാർ അത് ചെയ്യാറില്ല. അതിന് പകരം അവർ ചെയ്യുക എന്ന ബഡ്ജറ്റിങ്ങിനെയാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുക. സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസ്, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിൽ 1 കോടിയാണ് ടേൺ ഓവർ. ഈ സീറോ ബേസ് ബഡ്ജറ്റിങ്ങിൽ 0 ആണ് ബേസ്. അതായത് കഴിഞ്ഞ കൊല്ലം ഇല്ല, എല്ലാതും 0 ആണ്. അപ്പോൾ 125 lakhs ആണ് ഈ കൊല്ലത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്പെൻഡിച്ചറുകൾ ഇൻകർ ചെയ്യണം. അത് ഇൻകർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും, അതായത് 1 കോടി സെയിൽസ് ഉണ്ടാവുമ്പോൾ വന്നിരിക്കുന്ന ചിലവിനെക്കാട്ടിലും കുറവ് ചിലവ് ഇപ്പം ഉണ്ടായാൽ മതി 125 lakhs സെയിൽസ് വരാനായിട്ട്. അങ്ങനെ ഒരു കൺട്രോളിങ് ആൻഡ് എക്സ്പെൻഡിച്ചർ വേണ്ടിയിട്ട് വരുന്ന ഒരു ടൂളാണ് സീറോ. ഇത് പുതിയതൊന്നല്ല, ഇത് എത്രയോ കൊല്ലങ്ങളായി
10-20-25 കൊല്ലമായിട്ട് പല ബിസിനസ്സുകളിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്ന ഒരു ബഡ്ജറ്റിംഗ് എക്സസൈസാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. അപ്പോൾ സീറോ ബേസ് ബഡ്ജറ്റിംഗ് തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എന്താണ് നമ്മളുടെ ഒരു ബിസിനസ് ഗോൾ, അത് ആദ്യം കണ്ടുപിടിക്കണം. ഈ ബിസിനസ് ഗോൾ എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ കൂട്ടലാണോ നമ്മളുടെ ബിസിനസ് ഗോൾ, അതോ ഇന്ന ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം. അടുത്ത കൊല്ലം ഇപ്പോൾ ടേൺ ഓവർ എത്രയെങ്കിലും ആയിക്കോട്ടെ, ബട്ട് വി ഷുഡ് ഗോ ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻ. അല്ലെങ്കിൽ നമ്മുടെ ലാഭം അടുത്ത കൊല്ലം ഇത്ര പെർസെൻറ്റേജ് ഇത്ര ആയിരിക്കണം നമ്മളുടെ അടുത്ത കൊല്ലത്തെ ലാഭം. ഇക്കൊല്ലം 15 ലക്ഷം രൂപ ലാഭമുണ്ട്, അടുത്ത കൊല്ലത്തെ എൻ്റെ ഗോൾ 25 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കാനാണ്. അപ്പം നമ്മളുടെ ഗോൾ എന്താണ്? ടേൺ ഓവർ ആണോ, ഏതെങ്കിലും ഏരിയയിൽ എത്തണതാണോ, ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലാഭം ഉണ്ടാക്കണതാണോ, ഏതാണ് നമ്മളുടെ ബിസിനസ് ഗോൾ? അത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണം, ഇത് ടോപ്പ് മാനേജ്മെൻറ്റും അതിൻ്റെ കൂടെ, അതായത് കീ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് എടുക്കേണ്ട ഒരു തീരുമാനങ്ങളാണിതെല്ലാം. അവരുടെ സഹകരണം വേണം. അപ്പോൾ അവരോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മളതിൽ നടത്തണമെന്ന്. ആ ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ കൊല്ലം ഒരു മെത്തഡോളജി ചെയ്തിട്ടുണ്ടാവും, അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അവിടെ അതിൽ നിന്ന് 1 കോടി രൂപയുടെ സെയിൽസിനുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കി. അടുത്ത കൊല്ലം നമ്മൾ 1.25 കോടി രൂപയാണ് നമ്മൾ ടേൺ ഓവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്ലാന്റിൽ നിന്ന് 125 ലാക്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണതിന് പകരം നമ്മൾക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇനി പുതിയൊരു പ്ലാന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ആൾക്കാർ ചെയ്യണതിന് പകരം നമുക്ക് ആ 25 ലാക്സിനുള്ള സാധനം നമുക്ക് പുറത്തുനിന്ന് നമുക്ക് മേടിക്കുക, ജോബ് വർക്കിൽ നമുക്ക് ഒരാളുടെ നിന്ന് മേടിക്കുക, എന്നിട്ട് നമുക്കത് വിൽക്കാൻ പറ്റുമോ? എന്നിട്ട് സപ്പോസ് അത് 125 അച്ചീവ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നത്തെ കൊല്ലം നമുക്ക് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കപ്പാസിറ്റി യൂസ് ചെയ്യാം. അതല്ലാണ്ട് ആദ്യം തന്നെ 125 എത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് അതിൻ്റെ നെസസറി കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ബാറ്റ ഫോർ എക്സാമ്പിൾ, ഷൂസ് ചെരുപ്പുണ്ടാക്കുന്ന ബാറ്റ കമ്പനി പല പ്രോഡക്ട്സുകളും അവർ ഔട്ട്സോഴ്സ് ചെയ്യുക. കോൾഗേറ്റ്, പാമോലിവ് പലരും അവർ പുറത്തുനിന്ന് ഉണ്ടാക്കി മേടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഉണ്ടാക്കി മേടിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നമുക്ക് വേണ്ട നിൽക്കുക അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ നമുക്കത് ആ ഒരു ബിസിനസ്സിന് അതിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും, ഒരു റെസിലിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും ബൈ റീസ്ട്രക്ചറിങ് അവർ ബിസിനസ് പോളിസി. അപ്പോൾ ആ ആക്ടിവിറ്റീസ് എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്, അത് കുറച്ചും കൂടി നന്നായിട്ടോ കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ടോ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അടുത്ത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ്, ആരാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ് വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? റോ മെറ്റീരിയലാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ലേബർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് മാരത്തൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ ലേബറാണ്, ഒരുപാട് ആൾക്കാർ വേണം, അവിടെ കുറേ എംപ്ലോയീസിനെ അവിടെ ഇൻക്ലൂഡ് ഇതാക്കണം. ഇപ്പോൾ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് അവിടെയൊക്കെ മെഷീനറി കുറച്ചായിരിക്കും, പക്ഷേ ഒരുപാട് മാൻ പവർ അതിൻ്റെ അകത്ത് ആവശ്യമുണ്ടാവും. അപ്പോൾ ഏതാണ് ഒരു കോസ്റ്റ് ഡ്രൈവേഴ്സ് ആരൊക്കെയാണ്? ആ കോസ്റ്റ് ഡ്രൈവേഴ്സിനെ നമുക്ക് എഫിഷ്യൻസി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറുകൾ ഫിക്സ് ചെയ്യണതിനെയാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അതായത് ഈ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ സംസാരിച്ചു, അതിലൊന്നുമില്ല, കഴിഞ്ഞ കൊല്ലത്തിൻ്റെ ആ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വേറാസ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോരോ ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കണം. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സീറോ ബേസ് ബഡ്ജറ്റിംഗ് നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഒരു മിനിമം 10% എക്സ്പെൻഡിച്ചർ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കണം, ഏകദേശം 10% എക്സ്പെൻഡിച്ചർ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് അവരുടെ ലാഭം നമുക്ക് കൂട്ടാൻ പറ്റും 10%. അപ്പോൾ ഇങ്ങനെ മോഡേൺ മെത്തഡോളജീസും സിസ്റ്റംസും ഈ കൊറോണ മാനത്തെ കാലഘട്ടത്തിൽ
നമ്മൾക്ക് എഫിഷ്യൻസി കൂട്ടണം. നമ്മുടെ ലാഭം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. ഐദർ ഫ്ലറിഷ് ഓർ പെരിഷ്. അതാണ് ഈ കാലഘട്ടം. ഇൻ ദ ന്യൂ നോർമൽ ഇറ്റ് കനോട്ട് ബി ദ ഓൾഡ് വൺ. വി ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. സോ ആ കാലഘട്ടത്തിൽ ഈ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് മാറ്റത്തെ പല ടെക്നിക്കുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പലത് ചെയ്തിരിക്കുന്നത് അൺലേൺ ചെയ്യണം. തെറ്റായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്, അത് മാറ്റണം. എന്നിട്ട് പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ നോളജ് നമ്മളുടെ ബിസിനസ്സിൽ കൊണ്ടുവന്നാലേ ഈ പുതിയ സിറ്റുവേഷനിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ പുതിയ ലേണിങ്ങുകൾ കാര്യങ്ങളും ടൂൾസും എല്ലാം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ സക്സസ്ഫുൾ ആവട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ എല്ലാ വിജയവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.